ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കേരള PSC പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പുതിയ ദേശീയ കായിക നയം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗേലോ ഭാരത് നീതി 2025 നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഗേലോ ഭാരത് നീതി 2025 എന്നാണ്. അപ്പൊ എന്താണ് ഗേലോ ഭാരത് നീതി 2025 എന്ന് പറയുന്നത്? ഉത്തേജക ഉപയോഗം തടയാൻ പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഉത്തേജക ഉപയോഗം തടയുക. ഉത്തേജക ഉപയോഗം തടയുക എന്നതാണ് ലക്ഷ്യം. ഉത്തേജക ഉപയോഗം തടയുക. അപ്പൊ ഉത്തേജക ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയമാണ് ഇത്. പുതിയ ദേശീയ കായിക നയം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട ഗേലോ ഭാരത് നീതി 2025 എന്ന് പറയുന്നത് പുതിയ ദേശീയ കായിക നയമാണ്. ഈ പുതിയ ദേശീയ കായിക നയം കൊണ്ടുവരാനുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയമാണെന്ത്? ഗേലോ ഭാരത് നീതി 2025 എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ് ഗേലോ ഭാരത് നീതി 2025 എന്നാണ്. ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയമാണ് ഗേലോ ഭാരത് നീതി 2025. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നടന്ന ചടങ്ങിൽ. അപ്പൊ നമ്മളോട് പരിചയപ്പെടുന്ന പ്രദേശം റഷ്യയാണ്. റഷ്യയിലെ കലിനിൻഗ്രാഡ്. ഈ കലിനിൻഗ്രാഡിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ആയുധങ്ങൾ വിന്യസിച്ച് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് കുതിക്കാൻ ശേഷിയുള്ള ഒരു യുദ്ധക്കപ്പലുണ്ട്. ആ യുദ്ധക്കപ്പലുടെ പേരെന്താണെന്നാണ് നമ്മളോട് അറിഞ്ഞിരിക്കേണ്ടത്. INS തമാൽ എന്നാണ് പേര്. നമ്മളോട് പരിചയപ്പെട്ടിരിക്കുന്നത് INS തമാലിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. INS തമാൽ റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് INS തമാൽ എന്ന് പറയുന്നത്. ഈ INS തമാലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവികസേനയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള INS തമാൽ ആയുധങ്ങളൊക്കെ വിന്യസിച്ച് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് കുതിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലാണ്. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് കുതിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ എവിടെയുള്ളൂ? റഷ്യയിലെ കലിനിൻഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് INS തമാൽ എന്ന് പറയുന്ന യുദ്ധക്കപ്പല് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആയുധങ്ങൾ വിന്യസിച്ച് റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് കുതിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പൽ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ആയുധങ്ങൾ വിന്യസിച്ച് റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് കുതിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഉത്തരമായിട്ട് വരേണ്ടത് INS തമാൽ എന്നാണ്. അപ്പൊ എന്താണ് INS തമാൽ എന്ന് പറഞ്ഞാൽ നാവികസേനയുടെ യുദ്ധക്കപ്പലാണ്. റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് INS തമാൽ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആയുധങ്ങൾ വിന്യസിച്ച് റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് കുതിക്കാൻ ശേഷിയുണ്ട് എന്നതാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടുള്ളൂ. ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയത്തിന്റെ പേര് ചോദിച്ചാൽ ഗേലോ ഭാരത് നീതി 2025.
തുടർന്ന് നമ്മൾ പരിചയപ്പെട്ടത് റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ആയുധങ്ങൾ വിന്യസിച്ച് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് കുതിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലിന്റെ പേര് പഠിച്ചു. INS തമാൽ എന്നാണ് യുദ്ധക്കപ്പലിന്റെ പേര്. ഇത് നമ്മൾ മൂന്നാമതായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു 2024-25 വർഷം മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി ആരെന്നാണ് ചോദ്യം. 2024-25 വർഷം മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാലേട്ടനാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടതാണ് മോഹൻലാൽ എന്നാണ് ഉത്തരമായിട്ട് വരിക. മോഹൻലാൽ. അപ്പോൾ ഓർത്തിരിക്കുക 2024-25 വർഷം 2024-25 സാമ്പത്തിക വർഷം. ഈ 25 സാമ്പത്തിക വർഷത്തിൽ മലയാള സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി ആര്? GST നൽകിയ വ്യക്തി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ലാലേട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താണ്? മോഹൻലാലാണ് 2024-25 ആ ഒരു സാമ്പത്തിക വർഷത്തിൽ മലയാള സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 2025 ജൂണിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പ്രളയം നേരിട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. അപ്പോൾ 2025 ജൂൺ മാസം മേഘവിസ്ഫോടനത്തെ തുടർന്ന് പ്രളയം നേരിട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? ഉത്തരേന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹിമാചൽ പ്രദേശാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹിമാചൽ പ്രദേശ്. അപ്പോൾ 2025 ജൂൺ മാസത്തിൽ, അതായത് കഴിഞ്ഞ മാസത്തിൽ പ്രളയം നേരിട്ട ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് ഈ ഒരു പ്രളയം അവിടെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ മേഘവിസ്ഫോടനമാണ് ഇതിനൊരു കാരണമെന്ന കാര്യം ഓർത്തിരിക്കുക. മേഘവിസ്ഫോടനം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2025 ജൂൺ മാസം മേഘവിസ്ഫോടനത്തെ തുടർന്ന് പ്രളയം നേരിട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹിമാചൽ പ്രദേശാണ്. ഇനി അടുത്തതിലേക്ക് വരാം. സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമത്തിലും സ്ഥാനകയറ്റത്തിലും SC അല്ലെങ്കിൽ ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ജസ്റ്റിസ് ആണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനത്തിലും അപ്പോൾ സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനത്തിലും, അപ്പോൾ എന്താണ്? നോൺ ജുഡീഷ്യൽ നിയമനത്തിലും സ്ഥാനകയറ്റത്തിലും, അതേപോലെ തന്നെ സ്ഥാനകയറ്റത്തിലും SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. SC/ST വിഭാഗങ്ങൾക്ക് എന്താണ്? സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ആരാണെന്ന് വെച്ചാലോ നമ്മുടെ നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ചോദിക്കും നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ BR ഗവായ് ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനത്തിലും സ്ഥാനകയറ്റത്തിലും SC/ST സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നിലവിൽ ആരാ? BR ഗവായ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം പരിചയപ്പെടാം. അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാനുള്ള കുടുംബശ്രീ ക്യാമ്പയിന്റെ പേര് ചോദിച്ചാൽ അത് 50+ എന്നാണ്. ഓർത്തിരിക്കാൻ സിമ്പിളാണ്. 50+ എന്നതാണ് ഈ ഒരു ക്യാമ്പയിന്റെ പേര്. അപ്പൊ എന്താണ് 50+ എന്ന് ചോദിച്ചാൽ നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത് അയൽക്കൂട്ടവുമായി ബന്ധപ്പെട്ടതാണ്, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അയൽക്കൂട്ട അംഗങ്ങൾ ഇതിൻ്റെ എണ്ണം അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം
അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം എന്താണ് 50 ലക്ഷത്തിലെത്തിക്കാൻ 50 ലക്ഷം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആരുടെ പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ കുടുംബശ്രീയുടെ പദ്ധതിയാണ്. കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്ര കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ 50+ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ്. ഇതൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിൽ എത്തിക്കുക. ഇതാണ് ഈ ഒരു കുടുംബശ്രീയുടെ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ 50+ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാമ്പയിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു ക്യാമ്പയിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ക്യാമ്പയിനിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്ന അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം എന്താക്കണം? 50 ലക്ഷത്തിലേക്ക് എത്തിക്കണം എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രഹ്മോസ് തിരുവനന്തപുരം. അപ്പൊ ബ്രഹ്മോസ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് ബ്രഹ്മോസ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ ഉപകരണ കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ബ്രഹ്മോസ് തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം ഏതാണ്? നമ്മുടെ ബ്രഹ്മോസ് തിരുവനന്തപുരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം, ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ള ഫിഡെ ചെസ് ലോകകപ്പ് കിരീടം നേടിയ മലയാളി താരമാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദിവി ബിജേഷ് ആണ്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ദിവി ബിജേഷ്. നമ്മുടെ ഈ പറയുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ ജോർജിയയിലാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പൊ ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പ്, ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ കിരീടം നേടിയ മലയാളി ആണ് ആര്? ദിവി ബിജേഷ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ദിവി ബിജേഷുമായി ബന്ധപ്പെട്ടാണ്. ദിവി ബിജേഷ് അദ്ദേഹം ഈ അടുത്ത് വാർത്തയിൽ ഇടം പിടിച്ചത് ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ കിരീടമുയർത്തിയ നമ്മുടെ കേരളീയനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ദിവി ബിജേഷിനെ കുറിച്ചാണ്. അപ്പൊ ദിവി ബിജേഷ് എന്ന പേരിന് മറക്കരുത്. ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പ് കിരീടം നേടിയ മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദിവി ബിജേഷ് ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ വയോസാന്ത്വനം എന്നാണ്. വയോസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് വയോസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി? ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ്. അപ്പൊ ഇത് ആരുടെ പദ്ധതിയാണ്? സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി. ഇത് എന്താണ് ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണം എന്നാണ്. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണം. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട് വയോസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ചാണ്. വയോസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. അപ്പൊ വയോസാന്ത്വനം ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണം ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ വയോസാന്ത്വനം വയോ എന്നതിൽ നിന്ന് വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യ നീതി വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്തതിലേക്ക് വരാം. അടുത്തത്, ആദിവാസി ക്ഷേമ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം ആരംഭിച്ച ഒരു പരിപാടിയാണ് ആദി കർമ്മയോഗി എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പദ്ധതിയുടെ പേര് ആദി കർമ്മയോഗി എന്നാണ്. എന്താണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ആ ഒരു പദ്ധതിയുടെ പേര്? ആദി കർമ്മയോഗി എന്നാണ് പദ്ധതിയുടെ പേര്. പദ്ധതിയുടെ പേര് ആദി കർമ്മയോഗി. ആദി കർമ്മയോഗി എന്നാണ് പദ്ധതിയുടെ പേര്. ആദി കർമ്മയോഗി. ആദി കർമ്മയോഗി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആദിവാസി ക്ഷേമ പദ്ധതികൾ. എന്താണ്? ആദിവാസി ക്ഷേമ പദ്ധതികൾ. ആദിവാസി ക്ഷേമ പദ്ധതികൾ. ക്ഷേമ പദ്ധതികൾ. അപ്പോൾ ആദിവാസി ക്ഷേമ പദ്ധതികൾ മികച്ച രീതിയിൽ എന്താണ്? മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുക. ആരെ പരിശീലിപ്പിക്കുക? ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ, ആദിവാസി ക്ഷേമ പദ്ധതികളൊക്കെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് നടപ്പിലാക്കിയതാണ്? കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം. ആരാണ്? കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ പരിപാടിയാണ് എന്ന് പറയുന്നത് ആദി കർമ്മയോഗി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നു, ആദിവാസി ക്ഷേമ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം ആരംഭിച്ച പരിപാടിയുടെ പേര് ചോദിച്ചാൽ ആദി കർമ്മയോഗി. ആദിവാസി ക്ഷേമ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാനായിട്ട് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം ആരംഭിച്ച പരിപാടിയുടെ പേര് ചോദിച്ചാൽ ആദി കർമ്മയോഗി എന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആദി കർമ്മയോഗി? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചത്? ആദിവാസി ക്ഷേമ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കാനാണ്. എങ്ങനെ നടപ്പിലാക്കാൻ? ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി, ഈ പറയുന്ന ആദിവാസി ക്ഷേമ പദ്ധതികളൊക്കെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദി കർമ്മയോഗി എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ട് കേന്ദ്ര തലത്തിലാണ്. അതിൽ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വെച്ചാൽ കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനി നമ്മൾ അടുത്തിലേക്ക് വരാം. നമ്മൾ അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത് 2025 ജൂണിൽ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് RBI ആണ്. RBI ആണ് 2025 ജൂൺ മാസത്തിൽ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പുറത്തിറക്കിയത്. എന്താണ്? സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് 2025 ജൂണിൽ 6 പുറത്തിറക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കി എന്ന കാര്യം ഓർക്കാം. അപ്പോൾ 2025 ജൂണിൽ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പുറത്തിറക്കി ഇന്ത്യയിലെ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ജൂലൈ 1-ാം തീയതി നമുക്കറിയാം ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ്. അപ്പോൾ ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നു, എന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്ന് ചോദിച്ചാൽ എന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ് നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ പരിചയപ്പെടുന്നു, ഡോക്ടേഴ്സ് ദിനം, ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനം. അപ്പോൾ ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജൂലൈ മാസം 1-ാം തീയതിയാണ്. എന്താണ്? ജൂലൈ മാസം 1-ാം തീയതിയാണ്. 2025 തീം എന്താന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നതാണ്. 2025 തീം എന്ന് പറഞ്ഞത് ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നതായിരുന്നു 2025 തീം. ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നായിരുന്നു 2025 ജൂലൈ മാസം 1-ാം തീയതിയിലെ ഡോക്ടേഴ്സ് ദിനത്തിന്റെ തീം. അപ്പം എല്ലാ വർഷവും ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. 2025 ജൂലൈ 1-ാം തീയതി ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിച്ചു. ആ ഒരു ദിവസത്തിലെ തീം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നതായിരുന്നു. ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നതായിരുന്നു 2025 തീം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതേ ജൂലൈ 1-ാം തീയതി തന്നെയാണ് നമ്മുടെ
ദേശീയ ചാർട്ടേഡ് അക്കൗണ്ട് ദിനം ആയിട്ട് ആചരിക്കുന്നത്? ദേശീയ CA ദിനമായിട്ട്, ചാർട്ടേഡ് അക്കൗണ്ട് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം? ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മളോട് പരിചയപ്പെടുന്ന ആ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടെ പറയാം നമ്മുടെ സംസ്ഥാനം തന്നെയാണ്, നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മളോട് പരിചയപ്പെടുന്നത് എന്താണ്? രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായിട്ട് പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നതാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്. രാജ്യത്ത് എന്താണ്? ആദ്യമായിട്ടാണ്. രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ തലത്തിലാണ്. സ്കൂൾ തലത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ എന്താണ്? സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്ക് പ്രത്യേക പുസ്തകം പുറത്തിറക്കി. എന്താണ്? പ്രത്യേക പുസ്തകം പുറത്തിറക്കി. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളമാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായിട്ട് പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്ക് പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ദേശീയ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ ശബ്ദമായിട്ട് കുടുംബശ്രീയുടെ ഒരു ഓൺലൈൻ റേഡിയോ വന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ റേഡിയോ നെല്ലിക്ക ഒടിച്ചിരുന്നു കുട്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു പേരാണ് റേഡിയോ ശ്രീ എന്ന് പറയുന്നത്. എന്താണ്? റേഡിയോ ശ്രീ എന്നതാണ് നമ്മുടെ ആ ഒരു റേഡിയോയുടെ പേര്. ഇത് ആരുടെ റേഡിയോ ആണെന്ന് ചോദിച്ചാലോ കുടുംബശ്രീയുടെ റേഡിയോയാണ്. ആരുടെ റേഡിയോ ആണ്? കുടുംബശ്രീയുടെ റേഡിയോയാണ്. അപ്പോൾ കുടുംബശ്രീയുടെ റേഡിയോ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ ശബ്ദമായിട്ട് കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ട റേഡിയോ ശ്രീ. ഓർത്തിരിക്കാൻ സിമ്പിളാണ്, കുടുംബശ്രീ ശ്രീയും കൊണ്ട് പിടിച്ചാൽ മതി, ബാക്കി റേഡിയോയും കൊടുത്താൽ മതി, റേഡിയോ ശ്രീ. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ ശബ്ദമായിട്ട് കുടുംബശ്രീ ഒരു ഓൺലൈൻ റേഡിയോ തുറന്നു കുറിച്ചു. അതിന്റെ പേരാണ് റേഡിയോ ശ്രീ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് റെയിൽ 1 ആപ്പ്. അപ്പം നമ്മുടെ ആപ്പിന്റെ പേരെന്താണ്? റെയിൽ 1 ആപ്പ് എന്നാണ്. റെയിൽ 1 ആപ്പാണ്. അപ്പം നമ്മളൊക്കെ റെയിൽവേ സ്ഥിരം ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് റെയിൽ 1 ആപ്പ്. അപ്പോൾ റെയിൽ 1 ആപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാൻ. അപ്പോൾ റെയിൽവേ അതുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന റെയിൽ 1 ആപ്പ് എന്ന് പറയുന്നത്. ജനറൽ ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും 3% കിഴിവോടെ നമുക്കിതിൽ ലഭിക്കും. നിലവിലെ ജനറൽ ടിക്കറ്റ് നമുക്കിതിൽ നിന്ന് എടുക്കാം, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ നമുക്കിതിൽ നിന്ന് എടുക്കാം. നമ്മളിനി അവിടെ പോയിട്ട് ജനറൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആ കൗണ്ടറിലൊന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണ്, ജസ്റ്റ് ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റെയിൽവേ ടിക്കറ്റിൽ ജനറൽ ടിക്കറ്റ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്പാണ്. നിങ്ങളൊക്കെ സ്ഥിരം റെയിൽവേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു, റെയിൽവേ 1 ആപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പ്ലേ സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ജനറൽ ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളൊക്കെ നമ്മൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 3% കിഴിവോടെയൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ, അതായത് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്നത്
കെയ്ൻസ് സെമിക്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ അപ്പോൾ ഇന്ത്യയിൽ എന്താണ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെയ്ൻസ് സെമിക്കോൺ ആണ്. കെയ്ൻസ് സെമിക്കോൺ ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. കെയ്ൻസ് സെമിക്കോൺ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്നത് കെയ്ൻസ് സെമിക്കോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് തേജ്ബീർ സിംഗ്, പഞ്ചാബിൽ നിന്നുള്ള തേജ്ബീർ സിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന വ്യക്തിയുടെ പേര് തേജ്ബീർ സിംഗ് ആണ്. തേജ്ബീർ സിംഗ് ഫ്രം പഞ്ചാബ്. ഇവിടെ നിന്നാണ്? പഞ്ചാബിൽ നിന്നാണ്. ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ച എങ്ങനെയാണ്? മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന പ്രായം കുറഞ്ഞ പർവ്വതാരോഹകനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട തേജ്ബീർ സിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. പർവ്വതാരോഹകൻ ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തേജ്ബീർ സിംഗ് ആണ്. അപ്പോൾ ഈ അടുത്ത് മൗണ്ട് എൽബ്രസ് കീഴടക്കിയ പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ ആരെന്ന് ചോദിച്ചാൽ തേജ്ബീർ സിംഗ് ആണെന്ന് കാര്യം ഓർത്തിരിക്കാം. തേജ്ബീർ സിംഗ് 2025 ജൂൺ മാസത്തിൽ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തേജ്ബീർ സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരാം. മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമായുള്ള ഒരു ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ് എന്ന് പറയുന്നത്. ഈ ടെലിമാനസിന് ഒരു നമ്പർ ഉണ്ട്, 14416 ആണ്. 14416 എന്നാണ് നമ്പർ. അപ്പോൾ ടെലിമാനസ് നമ്പർ എത്രയാണ്? 14416 ആണ്. അപ്പോൾ എന്താണ് ടെലിമാനസ് എന്ന് പറയുന്നത്? മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ സംവിധാനമാണ്. ഇതൊരു ഓൺലൈൻ സംവിധാനമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതിൻ്റെ ആ ഒരു നമ്പറാണ് 14416 എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 14416 എന്ന് പറയുന്നതാണ് ടെലിമാനസിൻ്റെ നമ്പർ. അപ്പോൾ എന്താണ് ടെലിമാനസ് എന്ന് വെച്ചാൽ മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമായുള്ള ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ്. അപ്പോൾ മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുമായിട്ടുള്ള ഓൺലൈൻ സംവിധാനം. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ടെലിഫോണിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വിളിച്ച് നമുക്ക് ഈ പറയുന്ന മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ സംശയങ്ങൾ ചോദിക്കാം. കൗൺസിലിംഗ് ഒക്കെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ മാനസികം ടെലി അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ടെലി മാനസ് എന്ന് ഓർത്തിരിക്കാം. ഇനി ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14416 ആണ്. എന്താണ്? 14416 ആണ്. 14416 ആണ് ടോൾ ഫ്രീ നമ്പർ. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ബുക്കിന്റെ പേരാണ്. ആ ബുക്ക് വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദ്യങ്ങളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്നതാണ്. വോയിസ് ഫോർ ദ വോയിസ്ലെസ്. ഇത് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദലൈലാമയുടെ പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ്? ദലൈലാമയുടെ പുസ്തകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ദലൈലാമയുടെ പുസ്തകമാണ്. വോയിസ് ഫോർ ദ വോയിസ്ലെസ് ആരുടെ പുസ്തകമാണ്? ദലൈലാമയുടെ പുസ്തകമാണ്. വോയിസ് ഫോർ ദ വോയിസ്ലെസ് ആരുടെ പുസ്തകമാണ്? ദലൈലാമയുടെ പുസ്തകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 സ്വർണ്ണ മെഡൽ നേടിയത് ദിവ്യാൻഷി ഭൗമികാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കായിക താരത്തിൻ്റെ പേരാണ് ദിവ്യാൻഷി ഭൗമിക്. അപ്പോൾ ഈ അടുത്ത് ഇവർക്ക് സ്വർണ്ണ മെഡൽ കിട്ടി. എന്ത് കിട്ടി? സ്വർണം കിട്ടി. സ്വർണ്ണ മെഡൽ കിട്ടി. അപ്പോൾ ദിവ്യാൻഷി ഭൗമിക്കിന് സ്വർണ്ണ മെഡൽ കിട്ടിയത് ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ്
ചാമ്പ്യൻഷിപ്പ് 2025 ഈ പറയുന്ന ദിവ്യാൻഷി ഭൗമിക്കിന് സ്വർണ്ണ മെഡൽ കിട്ടി. ഓർത്തിരിക്കുക, 2025 ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഭാരതീയ എന്ന് വെച്ചാൽ ദിവ്യാൻഷി ഭൗമിക്കാണ്. ആരാണ്? ദിവ്യാൻഷി ഭൗമിക്കാണെന്ന് കാര്യം ഓർക്കുക. അപ്പൊ ദിവ്യാൻഷി ഭൗമിക് സ്വർണം കിട്ടി ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഒരു സംസ്ഥാനത്ത് പുതിയ ഇനം ഒരു പൂച്ചെടി കണ്ടെത്തി. ഈ പൂച്ചെടിയുടെ പേര് എഴുതാം, ബിഗോണിയ നിഷിയോറം എന്നതാണ് പൂച്ചെടിയുടെ പേര്. നിഷിയോറം. അപ്പൊ ബിഗോണിയ നിഷിയോറം എന്ന് പറയുന്ന പുതിയ ഇനം പൂച്ചെടിയാണ്. ഇതെന്താണ്? പുതിയ ഇനം പൂച്ചെടി. ഇത് കണ്ടെത്തിയത് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ്. ആണെന്ന കാര്യം ഓർക്കുക. പ്രദേശ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ബിഗോണിയ നിഷിയോറം എന്ന് പറയുന്ന ഒരു പൂച്ചെടി കണ്ടെത്തിയിരിക്കുകയാണ്. പുതിയ ഇനം പൂച്ചെടി കണ്ടെത്തിയിരിക്കുകയാണ്. ബിഗോണിയ നിഷിയോറം എന്ന് പറയുന്ന പുതിയ ഇനം പൂച്ചെടി കണ്ടെത്തിയിരിക്കുകയാണ് അരുണാചൽ പ്രദേശിൽ നിന്നാണ്. ബിഗോണിയ നിഷിയോറം അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പൂച്ചെടിയാണ്. ബിഗോണിയ നിഷിയോറം അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പൂച്ചെടിയാണ്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് അധ്യയന വർഷാരംഭത്തിൽ സ്കൂളുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്താനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സർപ്പ പാഠം പദ്ധതിയാണ്. എന്താണ്? സർപ്പ പാഠം പദ്ധതി. എന്താണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെച്ചത്? അധ്യയന വർഷാരംഭത്തിൽ സ്കൂളുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്താനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്? വനം വകുപ്പിന്റെ പദ്ധതിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. വനം വകുപ്പിന്റെ പദ്ധതിയാണ് സർപ്പ പാഠം പദ്ധതി. എന്താണ് സർപ്പ പാഠം പദ്ധതി എന്ന് പറയുന്നത്? അധ്യയന വർഷാരംഭത്തിൽ സ്കൂളുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്താനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സർപ്പ പാഠം പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 2025 ജൂണിൽ നടന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ആര്യാടൻ ഷൗക്കത്താണ്. ആരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. ഏത് പാർട്ടിക്കാരനാണെന്ന് ചോദിച്ചാൽ UDF കാരനാണ്. എത്ര വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് എന്ന് ചോദിച്ചാൽ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? 2025 ജൂണിൽ നടന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആരെന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് UDF കാരനാണ്. 11,077 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഓഗസ്റ്റിൽ നടക്കുന്ന സിനിമ കോൺക്ലേവിന് വേദിയാവുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അപ്പൊ ഈ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് എന്ത് നടക്കാൻ പോകുന്നത്? സിനിമ കോൺക്ലേവ് നടക്കുന്നത്. അത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹി. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹി. ഇവിടെ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം ഇത് ഉദ്ഘാടനം ചെയ്താരെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ 4 ദിവസത്തെ സീഡ് ഫെസ്റ്റിവലായ ബീജ് ഉത്സവ് അരങ്ങേറിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ബീജ് ഉത്സവ് എന്നാണ്.
ബീജ് ഉത്സവ്. ഈ ബീജ് ഉത്സവ് എന്ന് പറയുന്നത് 4 ദിവസത്തെ സീഡ് ഫെസ്റ്റിവലാണ്. 4 ദിവസത്തെ സീഡ് ഫെസ്റ്റിവലാണ്. 4 ദിവസത്തെ സീഡ് ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ബീജ് ഉത്സവ് 4 ദിവസത്തെ സീഡ് ഫെസ്റ്റിവലാണ്. ഇത് അരങ്ങേറിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഗുജറാത്ത്, മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ. അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് 4 ദിവസത്തെ സീഡ് ഫെസ്റ്റിവലായ ബീജ് ഉത്സവ് അരങ്ങേറിയ സംസ്ഥാനങ്ങൾ: മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, MGR. അതുപോലെ തന്നെ സീഡ് ഫെസ്റ്റിവൽ 4 ദിവസം ബീജ് ഉത്സവം. അപ്പോൾ ബീജ് ഉത്സവ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ബീജ് ഉത്സവം? ഇതൊരു സീഡ് ഫെസ്റ്റിവലാണ്. 4 ദിവസമായിട്ട് നടന്നതാണ്. അത് MGR എന്ന് ഓർക്കാൻ മതി. മധ്യപ്രദേശ്, പിന്നെ അതിനോട് ചേർന്ന് ഗുജറാത്ത്, അതിനോട് ചേർന്ന് രാജസ്ഥാൻ. MGR, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളായിട്ടാണ് നടന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബീജ് ഉത്സവ് സീഡ് ഫെസ്റ്റിവൽ 4 ദിവസത്തത് അത് നടന്ന ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത കറണ്ട് അഫയേഴ്സിലേക്ക് വരാം. അടുത്തത്, യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുതി വിമാനം എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300 എന്നാണ്. ഇവിടെ നമ്മുടെ വാർത്തയിൽ ഇടം പിടിച്ച ഒരു വിമാനമാണ് അലിയ CX-300. ഈ ഒരു വിമാനത്തിൻ്റെ പ്രത്യേകത, ഇതൊരു വൈദ്യുതി വിമാനമാണ്. വൈദ്യുതി വിമാനമാണ്. അതേപോലെ തന്നെ ഇത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ, ബീറ്റ ടെക്നോളജീസ് എന്നാണ് കമ്പനി. ബീറ്റ ടെക്നോളജീസ്. അപ്പോൾ അവരുടേതാണ് ഈ പറയുന്ന അലിയ CX-300 എന്ന് പറയുന്നത്. ഇതൊരു വൈദ്യുതി വിമാനമാണ്. ബീറ്റ ടെക്നോളജീസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടേതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇതിപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യ വൈദ്യുതി വിമാനം എന്നതാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പറന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈദ്യുതി വിമാനമാണ് എന്ന് പറയുന്നത് അലിയ CX-300 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ബീറ്റ ടെക്നോളജീസിന്റെ അലിയ CX-300 യാത്രക്കാരെ വഹിച്ച് വിജയകരമായിട്ട് പറന്നിരിക്കുകയാണ്. ഇത് ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനമാണ്. ഇങ്ങനെ പറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനമാണ് അലിയ CX-300 ബീറ്റ ടെക്നോളജീസ്. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പോൾ അലിയ CX-300 ബീറ്റ ടെക്നോളജീസ് വൈദ്യുത വിമാനം, യാത്രക്കാരെ വഹിച്ച് പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്, ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മിസോറാമിനെയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇതിൻ്റെ കീഴിലായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ മിസോറാമിനെയാണെന്ന് കാര്യം വെക്കുക. അപ്പോൾ ഉല്ലാസ് പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ മിസോറാമാണ്. ഇനി രണ്ടാമത് വരുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവയാണ്. അതുപോലെ തന്നെ മൂന്നാമത് വരുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ത്രിപുരയാണ്. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് ഉല്ലാസ് പദ്ധതി കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മിസോറാമിനെയാണ്. രണ്ടാമത് ഗോവ, മൂന്നാമത് ത്രിപുര. ഉല്ലാസ് പദ്ധതി കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ മിസോറാമാണ്. അതുപോലെ രണ്ടാമത് ഗോവയാണ്, മൂന്നാമത് വരുന്നത് ത്രിപുരയാണെന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം. അടുത്തിടെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കരീബിയൻ ദ്വീപായ ഗോഡെലൂപ്പിയിൽ യുവതിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഗോഡ നെഗറ്റീവ് എന്നാണ്. അപ്പോൾ പുതിയൊരു രക്തഗ്രൂപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. ആ രക്തഗ്രൂപ്പാണ് നമ്മുടെ രക്തഗ്രൂപ്പ് ഗോഡ നെഗറ്റീവാണ്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കരീബിയൻ ദ്വീപായിട്ടുള്ള ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കണ്ടെത്തി
ഇത് എവിടുന്ന് കണ്ടെത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരീബിയൻ ദ്വീപായിട്ടുള്ള ഗോഡെലൂപ്പിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഗോഡെലൂപ്പിയിൽ നിന്നാണ്. അവിടെ ഒരു യുവതിയിലാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ പുതിയൊരു രക്തഗ്രൂപ്പാണ് ഗോഡ നെഗറ്റീവ്. അപ്പോൾ ആ രക്തഗ്രൂപ്പിന്റെ പേര് ഓർത്തിരിക്കുക, ഗോഡ നെഗറ്റീവ്. അപ്പോൾ അടുത്തിടെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കരീബിയൻ ദ്വീപായ ഗോഡെലൂപ്പിയിൽ യുവതിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഗോഡ നെഗറ്റീവ്. അപ്പോൾ ആ ഒരു ദ്വീപുമായി ബന്ധിപ്പിച്ചാണ് പേര് കൊടുത്തിരിക്കുന്നത് ഗോഡ നെഗറ്റീവ്. അപ്പോൾ ഗോഡ നെഗറ്റീവ് എന്ന പുതിയൊരു രക്തഗ്രൂപ്പ് കരീബിയൻ ദ്വീപായ ഗോഡെലൂപ്പിയിലെ ഒരു യുവതിയിൽ നിന്ന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിക്കാം. അത് രചിച്ചത് നമ്മുടെ ഗോവയിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളിയായിട്ടുള്ള PS ശ്രീധരനാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ആ ബുക്കിന്റെ പേര് അടിയന്തരാവസ്ഥ. ബുക്കിന്റെ പേരെന്താണ്? അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ. ഇങ്ങനെ ഒരു പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ PS ശ്രീധരനാണ്. ഇദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ഗോവയുടെ ഗവർണറാണ്. അപ്പോൾ ഇത്രയും നമ്മളിവിടെ പരിചയപ്പെട്ടുള്ളൂ. അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകം ആദ്യം PS ശ്രീധരൻ. അദ്ദേഹം ആരാണെന്ന് വെച്ചാൽ ഗോവയുടെ ഗവർണറാണ്. അപ്പോൾ നിലവിൽ ഗോവയുടെ ഗവർണറായ മലയാളി PS ശ്രീധരൻ. അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരമായിട്ട് വരേണ്ടത് PS ശ്രീധരനാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 തായ്ലാൻഡിൽ നടന്ന ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്ന് വെച്ചാൽ 2025 നടന്നത് തായ്ലാൻഡിൽ വെച്ചാണ്. എവിടെയാണ്? തായ്ലാൻഡിൽ വെച്ചാണ്. ഇവിടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് 27 മെഡലുകളാണ്. ടോട്ടൽ എത്രയാണ്? 27 മെഡല്. അതിൽ 4 ഗോൾഡ് കിട്ടി, അതുപോലെ 10 സിൽവർ കിട്ടി, 13 ബ്രോൺസ് കിട്ടി, അതായത് വെങ്കലം കിട്ടി. അപ്പം 4, 10, 13. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഏഷ്യ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2025 തായ്ലാൻഡിൽ വെച്ച് നടന്നു. ഇന്ത്യക്ക് ടോട്ടൽ എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ 27 ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന മെഡൽ എന്ന് പറയുന്നത്. അതിൽ 4 എന്ന് പറയുന്നത് ഗോൾഡാണ്, പിന്നെ 10 എന്ന് പറയുന്നത് സിൽവർ ആണ്, പിന്നെ വരുന്നത് എന്താണ്? 13 എന്ന് പറയുന്നത് ബ്രോൺസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യക്ക് ഏഷ്യ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണെന്ന് വെച്ചാൽ 27. അതിൽ 4 എന്ന് പറയുന്നത് ഗോൾഡ്, അതേപോലെ തന്നെ 10 എന്ന് പറയുന്നത് സിൽവർ, തുടർന്ന് 13 എന്താണ്? ബ്രോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത്. 27 മെഡല്. അതിൽ തന്നെ ഓർത്തിരിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട, ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2025 വേദി ഇവിടെ. ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2025 വേദി ഇവിടെ തായ്ലാൻഡാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി വടക്കുകിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരം എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് മിസോറാമിലെ ഐസ്വാൾ ആണ്. മിസോറാമിന്റെ തലസ്ഥാനം ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പം മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാൾ. അപ്പോൾ ഇവിടെ മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാൾ ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരമാണ് മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരമാണ് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാൾ. ഈ ഒരു പദ്ധതിയാണ് ബൈരാണി സൈരംഗ് റെയിൽവേ പദ്ധതി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? ബൈരാബി സൈരംഗ് റെയിൽവേ പദ്ധതി. അപ്പോൾ ബൈരാഗ് സൈരംഗ് റെയിൽവേ പദ്ധതിയിലൂടെ മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളിനെ എന്ത് ചെയ്യുകയാണ്? റെയിൽവേ ശൃംഖലയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളിനെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിച്ചതോടുകൂടി വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരമായിട്ട് ഏത് മാറിയിരിക്കുകയാണ്? നമ്മുടെ ഐസ്വാൾ മാറിയിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരം ചോദിച്ചാൽ മിസോറാമിലെ ഐസ്വാൾ ആണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ബൈരാബി സൈരംഗ് റെയിൽവേ പദ്ധതിയാണ്.
ഇനി പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത്. വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ എപ്പോഴും അത് വായിക്കുന്നതൊക്കെ നന്നായിരിക്കും, കുറേ അറിവുകളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ്. ഇത് ആരുടെ പുസ്തകമാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. നമ്മുടെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പം ദ്രൗപദി മുർമുവിൻ്റെ 51 പ്രസംഗങ്ങളുടെ എന്താണ് ശേഖരണ പുസ്തകമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമുവിൻ്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകങ്ങളാണ്. ദ്രൗപദി മുർമു 51 പ്രസംഗങ്ങൾ, അതിൻ്റെ ശേഖരണ പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത്. വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിങ്സ് ടു അവർ ഹോപ്പ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേശീയ വായനാ ദിനം എന്ന ദേശീയ വായനാ ദിനം. ഉത്തരമായിട്ട് വരേണ്ടത് ജൂൺ മാസം 19 ജൂൺ മാസം 19. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത് PN പണിക്കരുടെ ചരമദിനമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വായനാ ദിനം എന്താണെന്ന് വെച്ചാൽ ജൂൺ 19. ജൂൺ 19 മുതൽ ഒരാഴ്ച നീളുന്നതാണ് വായനാ വാരം എന്ന് പറയുന്നത്. ഒരാഴ്ച നീളുന്നതാണ് വായനാ വാരം. അപ്പോൾ ജൂൺ 19 മുതൽ 7 ദിവസം കണക്കാക്കിയാൽ മതി. അപ്പോൾ ദേശീയ വായനാ ദിനം ജൂൺ 19. PN പണിക്കരുടെ ചരമദിനമാണെന്ന് ആരും ഓർത്തിരിക്കുക. ഇനി പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതുസ്വത്തല്ല എന്ന് പ്രസ്താവിച്ചൊരു കോടതിയാണ് ഇത് നമ്മുടെ കേരള ഹൈക്കോടതി എന്ന കാര്യം ഓർത്തിരിക്കുക. കേരള ഹൈക്കോടതി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ പെട്രോൾ പമ്പുണ്ട്, അവിടുത്തെ ശുചിമുറി എന്തല്ല, ഒരു പൊതു സ്വത്തല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ആര്? കേരള ഹൈക്കോടതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ലോക രക്തദാന ദിനം എന്നാണ് ചോദിക്കും. ലോക രക്തദാന ദിനം. ഉത്തരം ജൂൺ മാസം 14 രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്കൊരുമിച്ച് ജീവനുകൾ രക്ഷിക്കാം. രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്ക് ഒരുമിച്ച് ജീവനുകൾ രക്ഷിക്കാം. ജീവനുകൾ രക്ഷിക്കാം. ഇതായിരുന്നു തീം എന്ന് പറയുന്നത്. അപ്പോൾ ലോക രക്തദാന ദിനം ജൂൺ 14. അപ്പോൾ എന്താണ് ലോക രക്തദാന ദിനം? ജൂൺ 14. അതേപോലെ രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്കൊരുമിച്ച് ജീവനുകൾ രക്ഷിക്കാം. ഇതായിരുന്നു എന്തെന്ന് പറയുന്നത്? തീം എന്ന് പറയുന്നത്. അപ്പോൾ രക്തമായിട്ട് ബന്ധപ്പെട്ട് ലോക രക്തദാന ദിനം എന്താണെന്ന് വെച്ചാൽ ജൂൺ 14. അതേപോലെ രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്കൊരുമിച്ച് ജീവനുകൾ രക്ഷിക്കാം എന്നതായിരുന്നു തീം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്താണ് ലോക രക്തദാന ദിനം എന്ന് വെച്ചാൽ ജൂൺ 14. അതിൻ്റെ തീം എന്തായിരുന്നു 2025 എന്ന് വെച്ചാൽ രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്കൊരുമിച്ച് ജീവനുകൾ രക്ഷിക്കാമെന്നതാണ്. ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കേരള ടൂറിസം .org കേരള ടൂറിസം .org എന്ന വെബ്സൈറ്റാണ്. നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിനാണ് ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ഇന്ത്യയുടെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കേരള ടൂറിസം .org എന്ന വെബ്സൈറ്റിനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ് 2ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന വെബ്സൈറ്റ് ആണ് 2ാം സ്ഥാനത്ത് വരുന്നത്. ഇനി അന്താരാഷ്ട്ര വെബ് ട്രാഫിക് വിശകലന സൈറ്റായ സിമിലർ വെബിൻ്റെ റാങ്കിങ്ങിലാണ് കേരളം 1ാമതെത്തി. അപ്പോൾ ഈ ഒരു റാങ്കിങ് നടത്തിയിരിക്കുന്നത് സിമിലർ വെബാണ് ഈ ഒരു റാങ്കിങ് നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞത് ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് കേരള ടൂറിസം .org കേന്ദ്ര സർക്കാരിൻ്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ഉണ്ട്, അതിനാണ് 2ാം സ്ഥാനം. ഇനി അന്താരാഷ്ട്ര വെബ് ട്രാഫിക് വിശകലന സൈറ്റാണ് സിമിലർ വെബ്. സിമിലർ വെബിൻ്റെ റാങ്കിങ്ങിലാണ് ഇപ്പോൾ ഈ കേരളം എന്ത് ചെയ്തിരിക്കുന്നത്? 1ാമത് എത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുരസ്കാരത്തിൻ്റെ പേരാണ്. നമ്മുടെ പുരസ്കാരം എന്ന് പറയുന്നത് പ്രൊഫസർ
MP മന്മഥൻ പുരസ്കാരം ഇത് ലഭിച്ചത് ആർക്കാണ് 2025 എന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അടൂർ ഗോപാലകൃഷ്ണനാണ്. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2025 അടൂർ ഗോപാലകൃഷ്ണൻ. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2025 അടൂർ ഗോപാലകൃഷ്ണനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറി ഇസ്രായേൽ ചാര സംഘടനയുടെ പേര് വെച്ചാൽ മൊസാദ് ആണെന്ന് കാര്യം ഓർക്കുക. മൊസാദിന്റെ ആസ്ഥാനമൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു ടെൽ അവീവാണ്, ഇസ്രായേലിലെ ടെൽ അവീവാണ്. ഇനി അടുത്ത ഇതിലേക്ക് വരാം. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിക്ക് കൊടുത്ത പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടി, ഇതാണ് എന്ത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന കാര്യം ഓർത്തിരിക്കുക. നാളികേര ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാലോ, അത് കർണാടകയാണ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കർണാടക. എന്താണ് നാളികേര ഉൽപാദനത്തിൽ ഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കർണാടകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നാളികേര ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം വരുന്നത് കർണാടകയാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക നാളികേര ഉൽപാദനത്തിൽ 1-ാമത് നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2-ാം സ്ഥാനം ചോദിച്ചാലോ, ഈ നാളികേര ഉൽപാദനത്തിൽ 1-ാമത് കർണാടകയാണ്. 2-ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടാണ്. നമ്മുടെ കേരളം വരുന്നത് 3-ാമതാണ്. അപ്പോൾ നാളികേര ഉൽപാദനത്തിൽ കേരളം എത്രാമതാണെന്ന് ചോദിച്ചാൽ 3-ാമത്. നാളികേര ഉൽപാദനത്തിൽ കർണാടക എത്രാമെന്ന് ചോദിച്ചാൽ 1-ാമത്. നാളികേര ഉൽപാദനത്തിൽ തമിഴ്നാടാണ് 2-ാമത് വരുന്നത്. തെങ്ങ് കൃഷി വ്യാപ്തിയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരള. തെങ്ങ് കൃഷിയിൽ എന്താണ് കേരളം 1-ാമതാണ്. പക്ഷെ നാളികേര ഉൽപാദനത്തിൽ കേരളം 3-ാമതായി പോയി. നാളികേര ഉൽപാദനത്തിൽ 1-ാമത് കർണാടകയാണ്, 2-ാമത് തമിഴ്നാട്, അതേപോലെ തന്നെ കേരളം 3-ാമത്. തെങ്ങ് കൃഷി വ്യാപ്തിയിൽ 1-ാം സ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായിട്ട് നിയമിതനായ 12-അംഗ ഉന്നത സമിതിയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഗോവിന്ദ് മോഹനാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അഹമ്മദാബാദ് വിമാന അപകടം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ഗോവിന്ദ് മോഹനാണ് അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായിട്ട് നിയമിച്ച 12-അംഗ ഉന്നതതല സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഗോവിന്ദ് മോഹനാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായി നിയമിതരായ 12-അംഗ ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ ഗോവിന്ദ് മോഹനാണ്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ്. ആരാണ് ഗോവിന്ദ് മോഹൻ എന്ന് ചോദിച്ചാൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 12-അംഗ ഉന്നതതല സമിതി നിയമിച്ചിരിക്കുകയാണ് അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണമൊക്കെ അന്വേഷിക്കാനായിട്ട്. അങ്ങനെ നിയമിച്ചിരിക്കുന്ന ഈ 12-അംഗ ഉന്നത സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ് മോഹനാണ്. ഒരിക്കൽ കൂടി പറയാം, അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായി നിയമിതരായ 12-അംഗ ഉന്നത സമിതിയുടെ അധ്യക്ഷനാണെന്ന് വെച്ചാൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദക്ഷിണാഫ്രിക്കയാണ് വേൾഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ 2025 നടന്നു. ഇതിൻ്റെ ഫൈനൽ നടക്കുന്നത് 2025 ഇതിൽ ചാമ്പ്യനായത് ദക്ഷിണാഫ്രിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓസ്ട്രേലിയക്കെതിരെ 5 വിക്കറ്റിൻ്റെ ജയമാണ് നേടിയിരിക്കുന്നത്. ഓസ്ട്രേലിയനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത് 5 വിക്കറ്റിനാണ്.
ഇവർ പരാജയപ്പെടുത്തിയത്. 5 വിക്കറ്റിനാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടമാണ്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഒരു ICC കിരീടമൊക്കെ സ്വന്തമാക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായിരുന്നു വെച്ചാൽ ദക്ഷിണാഫ്രിക്കയാണ്. ആരൊക്കെ തമ്മിലായിരുന്നു ഫൈനൽ? ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ച 100ാം വാർഷികാഘോഷം ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്ത ആരെന്ന് വെച്ചാൽ നമുക്കറിയാം നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർത്തിരിക്കും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോക സാമ്പത്തിക ഫോറം ഉണ്ട്, വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ട്. ആ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പുതിയ ജെൻഡർ അന്തര സൂചിക ഗ്ലോബൽ ഗ്യാപ്പ് ഇൻഡെക്സ് പുറത്തു വന്നു. ഇതിന് മലയാളത്തിൽ നമ്മൾ ജെൻഡർ അന്തര സൂചിക എന്ന് പറയും. എന്താണ് ജെൻഡർ അന്തര സൂചിക? ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. 131. ഒന്നാമത് ഐസ്ലാൻഡാണ്. ഐസ്ലാൻഡ് അതിന് ഓർക്കാം, ഈ ഐസാണല്ലോ, അപ്പോൾ അങ്ങനെ വലിയ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ആ വെച്ചിട്ട് ഐസ്ലാൻഡ് എന്ന് ഓർത്ത് വെക്കാം. ഐസ്ലാൻഡ്. പിന്നെ അതിനോടൊപ്പം വരുന്ന രണ്ടാമത് ഫിൻലാൻഡ്. രണ്ടും ഒരു ലാൻഡ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 131. 131. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് വെച്ചാൽ 131 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മളിവിടെ പറഞ്ഞ 131. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് വേൾഡ് എക്കണോമിക് ഫോറം, അതിൽ ഗ്ലോബൽ അവരാണ് എന്ത് പുറത്തുവിടുന്നത്? ഗ്ലോബൽ ഗ്യാപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ ജെൻഡർ അന്തര സൂചിക പുറത്തുവിടുന്നത്. അതിൽ ഇന്ത്യ 131. ഒന്നാമത് ഐസ്ലാൻഡ്, രണ്ടാമത് ഫിൻലാൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തിടെ കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരാപ്പൻ വാസസ്ഥാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ചോദിച്ചാൽ ഗുജറാത്തിലെ കച്ചിലെ ലഗാപ്പർ ഗ്രാമമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് നമ്മുടെ അടുത്തിടെ കേരള സർവകലാശാലയുടെ, അപ്പോൾ നമ്മുടെ കേരള സർവകലാശാലയാണ് കേട്ടോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം 5300 വർഷം പഴക്കമുള്ള 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹരാപ്പൻ വാസസ്ഥാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. എന്താണ് പ്രാചീന ഹരാപ്പൻ വാസസ്ഥാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗുജറാത്തിലെ കച്ചിലെ ലഗാപ്പർ ഗ്രാമത്തിൽ നിന്നാണ്. നമ്മുടെ ഗുജറാത്തിലെ കച്ചിലെ ലഗാപ്പർ ഗ്രാമത്തിൽ നിന്നാണ്. ഇത്ര കാര്യങ്ങളെ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുള്ളൂ. പറഞ്ഞത് കേരള സർവകലാശാലയിലെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം അവർ ഗുജറാത്തിലെ കച്ചിലെ ലഗാപ്പർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹരാപ്പൻ വാസസ്ഥാനം കണ്ടെത്തി. അപ്പോൾ ഗുജറാത്തിലെ കച്ചിലെ ലഗാപ്പർ ഗ്രാമത്തിൽ 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹരാപ്പൻ വാസസ്ഥാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗമാണ്. അപ്പോൾ കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹരാപ്പൻ വാസസ്ഥാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ഗുജറാത്തിലെ കച്ചിലെ ലഗാപ്പർ ഗ്രാമത്തിലാണ്. ഇനി അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുടെ പേര് വേണമെങ്കിൽ ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ട വിജയ് രൂപാണിയാണ്. വിജയ് രൂപാണി എന്ന പേര് ഓർത്തിരിക്കുക. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. ഇനി അടുത്തത് ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തന ഗ്രേറ്റ തുൻബർഗിന്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിന്റെ പേരാണ് മാഡ്ലീന എന്നാണ് കപ്പലിന്റെ പേര്. നമുക്ക് ആദ്യം ആ കപ്പലിന്റെ പേര് പഠിക്കാം. മാഡ്ലീന. അപ്പം എന്താണ് ഈ ഒരു കപ്പല്? മാഡ്ലീന എന്ന് പറയുന്ന ഈ ഒരു കപ്പല് ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക്, ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക്
ഗാസയിൽ ദുരിതമനുഭവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ഗ്രേറ്റ തുൻബർഗിൻ്റെ, അപ്പോൾ പേര് ഓർത്തിരിക്കുക, ഗ്രേറ്റ തുൻബർഗ്. അപ്പോൾ ഈ ഗ്രേറ്റ തുൻബർഗിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയ, ഇറ്റാലിയയിലെ തുറമുഖമാണ് കാറ്റാനിയ എന്ന് പറയുന്നത്. കാറ്റാനിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റലിയിലെ തുറമുഖം, ഇറ്റലിയിലെ തുറമുഖമാണ്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട കപ്പലാണ് മാഡ്ലീന എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഗാസയിൽ ധാരാളം ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. കുട്ടികളൊക്കെ ദുരിതം അനുഭവിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. വിശപ്പ് സഹിക്കാനാവാതെ മെലിഞ്ഞ് പോയ അവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഇറ്റലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന്, അവിടുത്തെ ഒരു തുറമുഖമാണ് കാറ്റാനിയ എന്ന് പറയുന്ന തുറമുഖം. ആ കാറ്റാനിയ എന്ന് പറയുന്ന തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ട ഒരു കപ്പലാണ് ഇത് മാഡ്ലീൻ എന്ന് പറയുന്ന കപ്പൽ. ഇത് വാർത്തയിൽ ഇടം പിടിക്കാൻ കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരെന്ന് വെച്ചാൽ പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ഗ്രേറ്റ തുൻബർഗ് ആണെന്ന് അവർ ഓർത്തിരിക്കുക. അപ്പോൾ ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ വേണ്ടി പരിസ്ഥിതി പ്രവർത്തന ഗ്രേറ്റ തുൻബർഗിന്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട, അവിടുത്തെ തുറമുഖമായിട്ട് കാറ്റാനിയയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പലുണ്ട്. അതിന്റെ പേരാണ് മാഡ്ലീന എന്നാണ് കപ്പലിന്റെ പേര്. ഇനി അടുത്തതിലേക്ക് വരാം. 2025 ജൂൺ UN പോപ്പുലേഷൻ ഫണ്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ 146.39 കോടിയിലെത്തിയിരിക്കുകയാണ്. 39 കോടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് 2025 ജൂൺ പ്രകാരം 2025 ജൂൺ മാസത്തിൽ UN പോപ്പുലേഷൻ ഫണ്ട് അവരുടെ ഒരു കണക്കൊക്കെ അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 146.39 കോടി. ചൈനേനെയൊക്കെ മറികടന്നിട്ടുണ്ട്. ചൈനേനെ മറികടന്ന് ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം, ഇന്ത്യയുടെ ആ ഒരു ഈ പറയുന്ന കണക്ക് പ്രകാരം. പക്ഷേ ഇന്ത്യയുടെ കണക്ക് പ്രകാരം നമ്മളിപ്പോൾ PSCക്കൊക്കെ ഉത്തരം കൊടുക്കണമെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കണക്ക്, നമ്മുടെ സെൻസസ് ഒക്കെ നടന്നാലേ നമുക്കത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും PSC ഇതുവരെ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ രാജ്യം ഏതെന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചിട്ട് ചൈനയും ഇന്ത്യയും തരികയാണെങ്കിൽ നമ്മുടെ ഔദ്യോഗിക രേഖ പ്രകാരം, സെൻസസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു കണക്ക് നമ്മുടെ കൈവശമില്ല. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വേണം ഉത്തരം രേഖപ്പെടുന്നത്. ഒരുപക്ഷെ PSC വീണ്ടും എന്തെങ്കിലും ഉത്തരം കൊടുക്കാം, ചൈന തന്നെ ഉത്തരം കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ കണക്ക് വരുന്നത് എങ്ങനെയാണ്? 146.39 കോടി എന്ന് പറയുന്നത് 2025 ജൂൺ മാസം UN പോപ്പുലേഷൻ ഫണ്ട് അനുസരിച്ചിട്ടുള്ള ഒരു കണക്കാണ്. ഇന്ത്യയുടെ ജനസംഖ്യയാണ് ഇവിടെ പുറത്തുവിട്ടിരിക്കുന്നത്, 146.39 കോടി. ഇനി നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നമ്മുടെ കത്രീന കൈഫിനെ നിയമിച്ചിരിക്കുകയാണ്. ആരെ നിയമിച്ചിരിക്കുകയാണ്? കത്രീന കൈഫിനെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് പറയുന്നത് മാലിദ്വീപ് ടൂറിസത്തിന്റെ, എവിടത്തെ ടൂറിസമാണ്? മാലിദ്വീപ് ടൂറിസം അതിന്റെ ആഗോള അംബാസിഡറായിട്ടാണ് ആരെ നിയമിച്ചിരിക്കുന്നത്? കത്രിക കൈഫിനെ നിയമിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം. ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരനാണ് ആര്? അശോക് എള്ളുസാമി. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന പേര് അശോക് എള്ളുസാമി. അപ്പോൾ എള്ളുസാമി എന്താണ്? ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്ത് എത്തിയിരിക്കുകയാണ്. ടെസ്ല എന്ന കമ്പനിയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്ത് എത്തിയിരിക്കുകയാണ് ആര്? അശോക് എള്ളുസാമി. ഇനി പുനഃസ്ഥാപിക്കാൻ അടുത്തിടെ അനുമതി കിട്ടിയ കേരളത്തിലെ റെയിൽ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അങ്കമാലി ശബരിപാതയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് പുനഃസ്ഥാപിക്കാൻ അടുത്തിടെ അനുമതി കിട്ടിയിരിക്കുകയാണ് അങ്കമാലി ശബരിപാതയ്ക്ക്. ഇനി 30 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ അടുത്തിടെ യൂറേഷ്യൻ ഓട്ടർ കാണപ്പെട്ട പ്രദേശം ഏതാണെന്ന് വെച്ചാൽ കാശ്മീർ താഴ്വരയാണ്. ഏതാണ് ആ പ്രദേശം? നമ്മളോട് ഉത്തരമായിട്ട് വരേണ്ടത് കാശ്മീർ താഴ്വരയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? 30 വർഷത്തിനു ശേഷം ഇന്ത്യയിൽ എന്താണ്? അടുത്തിടെ യൂറേഷ്യൻ ഓട്ടർ കാണപ്പെട്ട പ്രദേശം ചോദിച്ചാൽ അത് കാശ്മീർ താഴ്വരയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 30 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ അടുത്തിടെ യൂറേഷ്യൻ ഓട്ടർ കാണപ്പെട്ട പ്രദേശം ചോദിച്ചാൽ അത് കാശ്മീർ താഴ്വരയാണ്. 30 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ അടുത്തിടെ യൂറേഷ്യൻ ഓട്ടർ കാണപ്പെട്ട പ്രദേശം ചോദിച്ചാൽ അത് കാശ്മീർ താഴ്വരയാണ്.
ഇനി ഈ ഒരു ക്ലാസ്സിൽ അവസാനത്തെ കറണ്ട് അഫയേഴ്സ് വരാം. റിവ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് മറൈൻ ഫിഷറി റിസോഴ്സസ് 2025 എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന വെച്ചാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് റിവ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് മറൈൻ ഫിഷറി റിസോഴ്സസ് 2025 ഈ ഒരു പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയാണ്. എന്നാണ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇത് ഏത് സംഘടനയാണെന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. റിവ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് മറൈൻ ഫിഷറീസ് റിസോഴ്സ് 2025 എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന വെച്ചാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. നമ്മളോട് പരിചയപ്പെട്ട ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു യുണൈറ്റഡ് നേഷൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇത് 1945 രൂപീകരിച്ചത്. ഒക്ടോബർ മാസം 16 തീയതിയാണ് രൂപീകരിക്കുന്നത്. 1945 ഒക്ടോബർ 16 രൂപീകരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് റോമിലാണ്. ഇറ്റലിയിലെ റോമിലാണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ റോമിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നിലവിൽ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് വെച്ചാൽ ക്യോ ഡോങ്ഗ്യു എന്ന് പറയുന്ന വ്യക്തിയാണ്. DONGYU. ഇതാണ് നിലവിൽ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പാരന്റ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. അതേപോലെ തന്നെ ഓർത്തിരിക്കണം, ഇതിൻ്റെ ആസ്ഥാനമാണ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, റോമിലാണ്. എന്നാ രൂപീകരിച്ചതെന്നൊക്കെ ചോദിക്കാം. 1945 ഒക്ടോബർ 16 പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് റിവ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് മറൈൻ ഫിഷറി റിസോഴ്സ് 2025 എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. 1 മണിക്കൂറിലധികം ക്ലാസ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വരാൻ പോകുന്ന ASMന് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. ജനുവരി 2025 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യ അവർ ഓരോ ദിവസവും ഇടുന്ന ഒരു പിക്ക് ഉണ്ട്. അല്ല, നിങ്ങൾ അവരുടെ ടെലിഗ്രാം ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിക്ചർ രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ആ പിക്ചറിൽ ഇപ്പോൾ ജൂലൈ മാസം 2 തീയതി വരെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ആർക്കെങ്കിലും അത് പോയിട്ട് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഞാൻ ജൂലൈ മാസം 1ഉം 2ഉം ഇപ്പോൾ പഠിപ്പിച്ചു, ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ അവർ അപ്ഡേറ്റ് ചെയ്തു, അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജൂൺ മാസത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അതായത് ജൂൺ മാസം 30 നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ 30 നിന്നിപ്പോൾ ജൂൺ മാസം 14 വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജൂൺ മാസം 14 വരെയുള്ള കാര്യങ്ങൾ 3 ക്ലാസ്സിലൂടെയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പിക്ചറിൽ ജൂലൈ മാസം 1, 2 ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിരുന്നു, അത് നിങ്ങളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ജൂൺ മാസം 30 മുതൽ ജൂൺ മാസം 14 വരെയുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി അത്രയും പഠിപ്പിച്ചു. ഇനി നമ്മൾ നാളെ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ അവർ ഈ പറയുന്ന ജൂലൈ മാസം അവർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതും ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ജൂൺ മാസം 14 പുറകോട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ജൂലൈ മാസം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ജൂൺ മാസം മുതൽ ഇങ്ങോട്ടുള്ളതും നമ്മൾ കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഒരു 5-6 ക്ലാസ് ദിവസം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന മേഖല നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഏറ്റവും നല്ല PSC സ്ഥാപനമാണ് ലക്ഷ്യ. അപ്പോൾ അവർ തരുന്ന കറണ്ട് അഫയേഴ്സ് ഈ അടുത്ത് നടന്ന ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും ഈ പറയുന്ന പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ പലതും വന്നിട്ടുള്ളത്. പല കറണ്ട് അഫയേഴ്സ് മേഖലകൾ അല്ലെങ്കിൽ പല കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടാലന്റ് നല്ലതാണ്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടാലന്റ് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നതാണ് ടാലന്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എവിടെയും തീരത്തില്ല. കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ജനുവരി മുതൽ ഇങ്ങോട്ടുള്ളത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഈ പറയുന്ന പിക്ചറുകളോ അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഫോളോ ചെയ്ത് മാസത്തിലുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ലക്ഷ്യയുടെ പിക്കാണ്. അതിൽ ഓരോ ദിവസം കുറേ കാര്യങ്ങൾ അവർ നൽകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ ക്ലാസ്സിലൂടെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിൻ്റെ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയാൽ മതി. ഞാനിപ്പോൾ ജൂലൈ 1, 2 പഠിപ്പിച്ചിട്ടുണ്ട്. 30 തീയതി മുതൽ 14 തീയതി വരെയുള്ള കാര്യങ്ങളും 3 ക്ലാസ്സിലൂടെയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അവർ പുതിയ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ജൂലൈ മാസത്തെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ജൂലൈ മാസം 13, 14, 12, 10, 11 ഇത്രയും ദിവസത്തിൽ നമ്മൾ അടുത്ത ദിവസം എടുക്കും. അങ്ങനെ ഒരു 5 ദിവസം വെച്ച് പോയാൽ തന്നെ നമ്മുടെ ASM ആകുമ്പോഴേക്കും നമുക്ക് ഈ അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു 10 ദിവസം മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ജനുവരി മാസം 2025 മുതലുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകൾ, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട അവാർഡുകൾ, അതുപോലെ നോബൽ സമ്മാനം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോവുക. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അതിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ തന്നെ ചാനലിൽ, ലക്ഷ്യയുടെ തന്നെ ചാനലുണ്ട്. അതിൽ PDF രൂപത്തിൽ ഇതിന് മുമ്പത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമ്മൾ മാക്സിമം ഒരു 6 മാസം മുമ്പുള്ളത് തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിന് മുമ്പ് 1 വർഷം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയും പോലെ 1.5 വർഷം മുമ്പുള്ളത് ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 6 മാസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ വീണ്ടും വരുന്നത് എന്ന് നിങ്ങളൊന്ന് അനാലിസ് ചെയ്യുക. അല്ലാതെ അത് 1 വർഷം മുമ്പ് നടന്നത് ഇവർ പോയിട്ട് എടുത്ത് ചോദിച്ചതല്ല. മറിച്ചെന്താണ്, ഈ 6 മാസത്തിനുള്ളിൽ, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന 6 മാസത്തിനുള്ളിൽ ആ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട അന്നത്തെ കാര്യങ്ങൾ ചോദിക്കും. പക്ഷേ ഈ 6 മാസത്തിനുള്ള പത്രങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഈ 1 വർഷത്തെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മിനിമം, പരീക്ഷ എന്നാണ്, ഓഗസ്റ്റ് മാസത്തിലാണ് പരീക്ഷ, അതിന് പിന്നോട്ട് ഒരു 6 മാസം മുമ്പിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമ്മുടെ ഈ ASMന് പോകുമ്പോൾ ജനുവരി മുതലുള്ള കാര്യങ്ങൾ, വേണമെങ്കിൽ ഒരു ഡിസംബർ മുതൽ എടുത്തോ, ആ ഡിസംബർ മുതലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന മാർക്കിൽ ഭൂരിഭാഗം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ടുകൾ വായിക്കാനുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ, ലക്ഷ്യയുടെ ആപ്പിൽ അവരുടെ ചാനലുണ്ട്, ആ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.